ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സോൾട്ട് ആൻഡ് പെപ്പർ. നിങ്ങളുടെ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ എൻ്റെ പേര് റാണി. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇന്ന് ഒരു കുക്കിംഗ് സെക്ഷൻ തന്നെയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സ്പഗേത്തി ബോളനൈസ്. നമ്മൾ പലതരത്തിലുള്ള സ്പഗേത്തി ബോളനൈസ് കണ്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഞാൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെ ഒരു ഇന്ത്യൻ ടച്ചോടുകൂടി ആയിരിക്കും ഇന്ന് സ്പഗേത്തി ബോളനൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ഏതെങ്കിലും നാട്ടിലെ ഒരു ഫുഡ് നമ്മൾ ചെയ്യുമ്പോഴേക്കും ആ രീതിയിൽ തന്നെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ ആ ഫ്ലേവറിലും കൂടുതൽ കുട്ടികൾക്ക് ഈ ഒരു ഫ്ലേവർ ഇഷ്ടമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഇത് എന്റെ ഫ്രണ്ട്സും ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടാന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നില്ലേ, ബാച്ചിലേഴ്സ് ആയിട്ട് ജീവിക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പമായിരിക്കും. അത് പെട്ടെന്ന് ഉണ്ടാക്കി വെച്ച വേണം 1-2 ദിവസത്തേക്ക് നമുക്ക് കീപ്പ് ചെയ്യുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു ഫുഡാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ സ്പഗേത്തി വീറ്റിന്റെ ആണ്. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മീറ്റ് ലാമ്പായിരിക്കും. നിങ്ങൾക്ക് ലാമ്പ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മിൻസ്ഡ് വാങ്ങിക്കാം, അല്ലെങ്കിൽ ബീഫ് ആണെങ്കിലും വാങ്ങാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ കൂടുതൽ പോലെ കേട്ടോ. നമ്മുടെ സ്പഗേത്തി ഉണ്ടാക്കുവാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വെള്ളം ഒന്ന് ഒരു പാനിലേക്ക് എടുക്കാം. കണ്ടോ, നമ്മൾ വെള്ളം എടുത്തു. ഞാനിപ്പോൾ കെറ്റിലിൽ നിന്ന് ഒഴിക്കാം, അപ്പം നല്ല പെട്ടെന്ന് നമുക്ക് ആവുമല്ലോ. ഇപ്പം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പം പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ ഇത് ആവാനുള്ള ഉപ്പ് ഇച്ചിരി കൂടുതൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇച്ചിരി നാരങ്ങ വെള്ളം ആഡ് ചെയ്തു. അപ്പൊ നമ്മൾ നാരങ്ങയുടെ ജ്യൂസാണ് ഇപ്പൊ ആഡ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പൊ ഞാൻ ഇതിലേക്ക് ശകലം ഷുഗർ ആഡ് ചെയ്യുന്നു. കണ്ടോ, ഒത്തിരി ഒന്നും ഇല്ല, നിങ്ങൾക്ക് തോന്നുന്നതാണ്. കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് ഇതിന്റെ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കേട്ടോ. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇപ്പം ഇതിലേക്ക് നമുക്ക് 2-3 കണ്ടോ ഗ്രാമ്പും അതുപോലെ 2-3 ഏലക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് അങ്ങനത്തെ സ്പൈസി ടേസ്റ്റ് വേണമെങ്കിൽ മാത്രം മതി കേട്ടോ. നമ്മുടെ ഒരു ഇന്ത്യൻ ടച്ചിലാണ് അപ്പൊ ഞാനിപ്പോ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്തേക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഞാൻ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് സ്പഗേത്തിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. 1/2 കിലോ മിൻസ് ലാമ്പാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കിലോ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ കൂടുതലും പിള്ളേർക്ക് വേണ്ടിയല്ല, അതുകൊണ്ട് ഞാൻ അധികം ഇത് ചേർക്കുന്നില്ല. കൂടുതൽ ഇറച്ചി ഇരുന്നോട്ടെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കണ്ടോ, നിങ്ങൾ ഒരിക്കലും ഇതിനെ ഒടിച്ച് ഇടരുത്, ഇതുപോലെ കുത്തിച്ചാരി വെക്കുക. മനസ്സിലായോ? ഓക്കെ, ഇതുപോലെ കുത്തിച്ചാരി ഇങ്ങനെ വെക്കുക. ഇത് തിളച്ച് ഇത് വെന്ത് ഇത് ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് ആയി വീഴും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് വെന്ത് വരുന്ന ആ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിനുള്ള മീറ്റും അതിനുള്ള വേണ്ട പ്രിപ്പറേഷൻസും ചെയ്തെടുക്കാം. കണ്ടോ, ഇത് വെന്ത് വേഗം തോറും ഇത് താഴേക്ക് ഇറങ്ങി പോകുന്നു. അപ്പൊ നേരത്തെ ഇരുന്നാൽ നീളമില്ലല്ലോ. ഇപ്പൊ ഇത് കണ്ടോ, താഴോട്ട് പോകുന്നതാണ്. അപ്പൊ താഴത്തെ ഭാഗമൊക്കെ ഇപ്പൊ വെന്തു എന്നുള്ളതാണ്. ഇത് കണ്ടോ ഇതിന്റെ അവസ്ഥ. ഇപ്പൊ ഇത് വെന്തോണ്ടിരിക്കുന്നു. ഈ സമയത്ത് തന്നെ നമ്മുടെ മീറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇതിന് ഞാൻ വേറെ അടുപ്പത്തേക്ക് മാറ്റിയതിന് ശേഷം ലോ ഫ്ലെയിം മതിയല്ലോ. ഇത് ഈ അടുപ്പത്ത്, ഇത് അയച്ചിട്ട് വലിയ അടുപ്പ്, ഇതിലേക്ക് ഞാൻ ചെയ്യാൻ പോകട്ടോ. വലിയ പാന വെച്ചേക്കുന്നത് കാരണം അവസാനം ഇതിനെല്ലാം മിക്സ് ചെയ്യാനോടുണ്ടല്ലോ. അപ്പൊ ഞാൻ അടുത്ത് 1 വെടിക്ക് 2 പക്ഷി ഒറ്റയടിക്ക് പരിപാടി തീർക്കാന്ന് വിചാരിച്ച് ഇതിനെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഞാൻ അധികം ഓയിലിന്റെ ആളല്ല. ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഈ ഒനിയൻ ചേർക്കാം. ഇതൊരുമാതിരി ഞാഞ്ഞൂൽ ഒനിയനായിരുന്നു, വലിയ ആരോഗ്യമില്ലാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 4 എണ്ണം ഉപയോഗിച്ചു, ചെറുത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഞാഞ്ഞൂലെന്ന് പറഞ്ഞത്, ചെറുതായിരുന്നു. 4 എണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പരിപാടി എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ സോൾട്ട് ആഡ് ചെയ്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മളന്ന് ഉണ്ടാക്കിയത്? ഞാനിത് 2 ബോട്ടിലാണ് ഉണ്ടാക്കിയത്. ഒരു വലിയ ബോട്ടിലും ഒരു ചെറിയ ബോട്ടിലും. ചെറിയ ബോട്ടിൽ എപ്പോഴേ തീർന്നു. ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. എന്നെ എളുപ്പം എന്തൊക്കെയാ പരിപാടി. ഇതാ കണ്ടോ, ഒരു കുഴപ്പമില്ല, മണവും ഒന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ ഇനി ഇതിന് ആവശ്യമായത് ഇതിലേക്ക് ചേർക്കുന്നു. ഓക്കെ, ഇത് 1/2 കിലോ മീറ്റിന് വേണ്ടിയാണ് ചേർക്കുന്നത് ഞാൻ. അതുകൊണ്ട് ഇത് ടീസ്പൂൺ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 3 ടീസ്പൂൺ അങ്ങ് ചേർത്ത് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, കുറച്ചുകൂടെ മൂക്കാനുണ്ട്. നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്കിതിന് വേണ്ട മസാല ചേർത്ത് കൊടുക്കാം. സബോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിള്ളേർക്ക് എരിവ് ഇഷ്ടക്കുറവായതുകൊണ്ട് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി. ഇനിയിപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്ന മീറ്റ് മസാലപ്പൊടികളില്ലേ, പല കമ്പനികളുടെ, അതിൻ്റെ ഒരു ശകലം വേണ്ട 1 ടീസ്പൂണില്ല, 1/4 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. കണ്ടോ, തീ താത്തിട്ട് നല്ല സുന്ദരമായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
കണ്ടോ, ഇത് നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ടൊമാറ്റോ കണ്ടോ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനൊരു ചെറിയ 3 ടൊമാറ്റോ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്യൂരി ടൊമാറ്റോ ചേർത്താലും മതിയാവും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കുക. അപ്പോഴേക്ക് ഇതിനകത്തുനിന്ന് എല്ലാം ഇങ്ങ് പോരും. ഇതിന് മൂടി വെച്ച് വേവിക്കുക, പെട്ടെന്നായിക്കോളും കേട്ടോ. നമ്മുടെ അരപ്പൊരു ക്രീമി പരുവായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മിൻസ് ലാമ്പ് ഇതാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഓൾറെഡി നല്ല ക്രീമി ആയിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. തന്നെ വെന്ത് നല്ല സുന്ദരമായിക്കോളും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇതിൻ്റെ ഈ ജ്യൂസ് കൊണ്ട് തന്നെ ഇത് വെന്തോളും. നമുക്കൊന്ന് അടച്ചു വെച്ച് ഇതിനെ ഒന്ന് വേവിക്കാം. അതാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. ഇതെപ്പോഴും തന്നെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാലും അവർക്ക് ഇഷ്ടമാണ്. നല്ല ടേസ്റ്റിയായി ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. അപ്പം എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം അല്ലേ. നോക്കിക്കേ, നമ്മൾ ഏത് മീറ്റ് കുക്ക് ചെയ്യുമ്പോൾ അതിന് തന്നെ വെള്ളം ഇറങ്ങത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇതിനും വെള്ളം ഇറങ്ങും. ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല കണ്ടോ. നല്ലൊരു ക്രീമി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനിയും വേകാനുണ്ട് ഇത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വേകട്ടെ. ഇപ്പം തന്നെ ഈ മീറ്റുകളൊക്കെ തന്നെ പൊടിയാൻ തുടങ്ങി കണ്ടോ. ഇച്ചിരി ഒന്ന് വേകണം. ഞാനൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. അതിനുശേഷം നമുക്ക് പിന്നീട് തുറന്ന് വെച്ച് വേവിക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള പുളി അനുസരിച്ച് കേട്ടോ. നിങ്ങൾക്ക് വേണ്ട പുളിക്കുള്ള ടൊമാറ്റോ കെച്ചപ്പ്. ഇതാകുമ്പോൾ ഒരു പുളിയും മധുരം ഉള്ളപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത്ര ഞാൻ ചേർത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ടൊമാറ്റോ ചേർത്തിട്ടുണ്ടല്ലോ. ഇതിനകത്ത് നമ്മൾ വെള്ളമേ ചേർത്തിട്ടില്ല. ഈ ഉള്ള ആ ജ്യൂസ് കൊണ്ടാണ്, ഈ മീറ്റിൻ്റെ ജ്യൂസ് ഇറങ്ങിയതിലാണ് ഇത് കുക്കായേക്കുന്നത്. നന്നായിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കുക. ഇത് കണ്ടോ. ഇതിന് മെയിനായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടൊമാറ്റോ പ്യൂരി അല്ലെങ്കിൽ നമ്മൾ ടൊമാറ്റോ തന്നെയാണ്. ഇതുണ്ടോ, ഒരു ചെറിയ പുളി മുന്നിട്ട് നിൽക്കണം അതിനാണ് ഒരു ടേസ്റ്റ്. ഒരു പുളിയും മധുരമൊക്കെ കൂടി വരുമ്പോഴാണ് ടേസ്റ്റ്. പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിൽ ഉണ്ടാക്കുന്നു. ഇത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, കഴിച്ചവർക്കും ഇഷ്ടമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്നത് മിൻസ് ബീഫോ ലാമ്പോ ഒക്കെയാണ്. ഞാൻ മെയിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ലാമ്പാണ്. ലാമ്പിനാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ തോന്നലാണെന്നറിയില്ല, പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ലാമ്പ് തന്നെയാണ്. ഓക്കെ, ഇച്ചിരിടന്ന് കുക്കായിക്കോട്ടെ കേട്ടോ. കണ്ടോ, മതി ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇത് തന്നെ ഇരുന്നും കുറച്ചങ്ങ് ഡ്രൈ ആവും. അതുകൊണ്ട് ഈ ഒരു പാകം മതിയാവും. നിങ്ങൾ കണ്ടോ, ഈ ഒരു പാകം മതി. അത് വെള്ളമോ ഒന്നുമില്ല. ഇതിൻ്റെ ജ്യൂസും നമ്മൾ ആദ്യം ഒഴിച്ച ഓയിലും എല്ലാം കൊണ്ടാണ് ഇത് കുക്കാവുന്നത്. എക്സ്പെക്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ലാമ്പിന് ഇച്ചിരി നെയ്യ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സമയത്ത് നമ്മുടെ സംഭവം എന്നാ പറയുന്നത് നോക്കാം. കണ്ടോ, ഇപ്പം വെന്തിട്ടുണ്ട്. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ഇപ്പം നല്ല സുന്ദരമായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് എന്നാ പറയുന്നത്, ഒരേ സമയത്ത് തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഊറ്റി കഴിയുമ്പോഴേ ഇതിലേക്ക് ആഡ് ചെയ്യുക. അത് കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് ഡ്രൈ ആവുന്ന പോലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അത് സ്ട്രെയിറ്റ് നമുക്കിതിലേക്ക് എന്നിട്ട് ഇടുകയും ചെയ്യാം. നോക്കിക്കേ, ഇതിനെ ഞാൻ ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി സ്ട്രെയിറ്റ് ഇൻറ്റു നമ്മുടെ പാന്. ഓക്കെ, ഇതിനെ ഞാൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇതിനെ പല രീതിയിൽ ആൾക്കാർ സെർവ് ചെയ്യും. ആദ്യം ഇത് സ്പഗേത്തി തന്നെ എടുത്ത് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഈ കറി മിക്സ് കേട്ടോ, ഈ മസാല ഇതുപോലെ ഞാൻ ഈ പടത്തിൽ കാണിക്കുന്ന പോലെയാണ് അവർ ചിലപ്പോൾ ടേബിളിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് കേട്ടോ, ഈ ഒരു രീതിയിൽ. പക്ഷെ ഞാൻ മൊത്തത്തിൽ മിക്സ് ചെയ്യുന്ന എനിക്കിഷ്ടം. അപ്പോൾ മസാല എല്ലാത്തിലും നന്നായിട്ട് പിടിച്ചിരിക്കും. എന്തായാലും ഇങ്ങനെ കിട്ടിയാലും നമ്മൾ തന്നെ എടുക്കും. മുഴുവൻ മസാലയും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാവരും കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു വലിയ കാര്യമുള്ള കാര്യമല്ല. നിങ്ങളുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനും നിങ്ങൾ ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. ഞാൻ മിക്സ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്ന 2 ഫോർക്കാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം ഞാൻ ഇതിനൊക്കെ ഇങ്ങനെ എടുത്താണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടോ, അപ്പോൾ എല്ലാത്തിലും നന്നായിട്ട് പിടിക്കും. നിങ്ങളിത് കണ്ടോ, ഇതിൻ്റെ നീളം കണ്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നീളത്തിൽ തന്നെ കീപ്പ് ചെയ്യാവുന്നുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെ കീപ്പ് ചെയ്യുന്നില്ല. കാരണം പിള്ളേർക്കാണെങ്കിലും കഴിക്കാൻ ഇച്ചിരി പാടായിരിക്കുമല്ലോ. കണ്ടോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചുറ്റിയൊക്കെ എടുത്ത് എത്ര ചുറ്റി വിട്ടണം ഒരു സാധനം. അതുകൊണ്ട് ഞാനിങ്ങനെ മിക്സ് ചെയ്യും. അതിനുശേഷം ഇതിനെ ചെറുതായിട്ടൊന്ന് ഞാൻ മുറിക്കും. ജസ്റ്റ് നൈഫ് എടുത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് മുറിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പാകത്തിന് നമുക്ക് ചുരുട്ടി എടുക്കത്തക്ക രീതിയിലുള്ളത് കണ്ടോ. അപ്പോൾ തന്നെ ഇതിൻ്റെ നിറവും ഇതൊന്ന് നോക്കിക്കേ നിങ്ങൾ. എന്നാ മണമാണെന്നറിയാൻ വരുന്നത്. ഇത് കണ്ടോ. അപ്പോൾ ഈ മസാലകൾ മുഴുവൻ ഇതിലേക്ക് വന്ന് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ യമി യമി യമി. എനിക്ക് നിങ്ങൾക്കൂടെ എല്ലാവർക്കും തരണമെന്നുണ്ട്. പക്ഷേങ്കിൽ ആരും എൻ്റെ അടുത്തില്ലല്ലോ ഇപ്പം. അതല്ലിപ്പോൾ എൻ്റെ പ്രശ്നം. നല്ല പാകത്തിനാണ് കുക്കായി വരുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഓവർ കുക്ക് ചെയ്യില്ല കേട്ടോ നമ്മുടെ സ്പഗേത്തിയെ.
നമ്മുടെ പാകത്തിനെത്തിയിട്ടുണ്ട്. മീറ്റൊക്കെ ആയിട്ട് ഇരിക്കുന്ന അവസ്ഥ കണ്ടോ, അവൻ്റെ ഇരിപ്പ് കണ്ടോ? ഞാനിതിനെ ഇങ്ങനെ നമ്മുടെ നൈഫും ഫോർക്കും എടുത്ത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യും. കാരണം അത്ര നീളം വേണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. നിങ്ങൾക്ക് അത്ര നീളം കീപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ആ വലിയൊരു നീളം ഒന്ന് മാറും. കൈ കറിക്കുന്നുണ്ടോ ഉണ്ടോ? ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് വെന്ത സംഭവം ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങാവും. ഇത് കണ്ടതേ നീളം കുറഞ്ഞ് നമുക്ക് ആവശ്യത്തിന് ഇപ്പം കഴിക്കാമെന്ന് വരുവുള്ളൂ. നമുക്ക് ചുരുട്ടിയെടുത്ത് കഴിക്കാവുന്ന ഒരു പരുവത്തിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്പഗേത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ എല്ലാവരും പഠിച്ചില്ലേ? നല്ല എളുപ്പമല്ലായിരുന്നു. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പറയണം. എന്തായാലും നമ്മുടെ ഫുഡ് തേണ്ട് എന്ത് നല്ലതായിട്ടായിരിക്കും, നല്ല മോയിസ്റ്റേഡ് ആയിട്ട് കേട്ടോ. കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നില്ലേ? ഒത്തിരി വെള്ളം കെട്ടി കിടക്കുന്നതിലും നല്ലതാണ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ എന്നല്ല ഉദ്ദേശിച്ചത്, നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മുടെ ആവശ്യത്തിനുള്ള ആ മോയിസ്റ്റർ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ എന്നെ ടേസ്റ്റ് എന്നറിയോ? നിങ്ങൾ ഇപ്പോൾ ഓർക്കും ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ പറയുകയാണെങ്കിൽ സൂപ്പർ ആണല്ലേ. പക്ഷെങ്കിൽ ഇത് സൂപ്പർ ഡ്യൂപ്പർ സാധനമാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. എക്സ്പെഷ്യലി പുറം നാട്ടിലൊക്കെ ഉള്ളവർക്ക് വളരെ എളുപ്പമായിരിക്കും ഇത് ഉണ്ടാക്കുവാനും. നമ്മുടെ നാട്ടിലുള്ളവർക്കും ഇപ്പം വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ആർക്കും ഇഷ്ടപ്പെടും. അതിപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഗസ്റ്റ് വന്നാൽ പോലും അവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.